എന്തായിരുന്നു സാർ, എങ്ങനെയാണ്? കുറച്ചു സമയം മുമ്പ് ഒരു അരമണിക്കൂർ മുമ്പുള്ള കിട്ടിയ വിവരം, ഈ പെൺകുട്ടിനെ ഒരു ബബിത എന്ന ലേഡി നെയ്യാറ്റിൻകര വെച്ചിട്ട് ഇന്നലെ ഉച്ചക്ക് ട്രെയിനിൽ കണ്ടിരുന്നു. ആ വിവരം 4 മണിക്ക് ഞങ്ങൾ അയച്ച ഒരു ഫ്ലയർ ആ ലേഡിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഫ്ലയറിൽ ACP നമ്പർ കണ്ടിട്ട് ACPന് വിളിച്ചിട്ടുണ്ട്. ACP ഉടനെ പെട്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. ഫാദർക്ക് ഫോട്ടോ അയച്ചിട്ട് കൺഫേം ചെയ്തു അതേ പെൺകുട്ടിയാണോ കൺഫേം ചെയ്തു. ഫാദർ കൺഫേം ചെയ്തിട്ടുണ്ട് അതേ പെൺകുട്ടിയാണ്. ആ കൺഫേം ചെയ്ത ശേഷം ഉടനെ പെട്ടെന്ന് ഞങ്ങൾ SP കന്യാകുമാരിക്കും അവിടുത്തെ GRP തമിഴ്നാട് GRPക്കും RPF കൺട്രോൾക്കും എല്ലാവരും അലർട്ട് ചെയ്തു. ഇപ്പോൾ ഞങ്ങളുടെ ഒരു പോലീസ് ടീമും കന്യാകുമാരിയിലോട്ട് പോകും. എവിടെ ഇറങ്ങാനാണ് സാറേ സാധ്യത? എവിടെ ഇറങ്ങാനാണ് സാധ്യത? അതെ, ട്രെയിന് 12:30 മണിക്ക് ഇവിടെ കൈക്കൂട്ടം, 1 മണിക്ക് ട്രിവാൻഡ്രം സെൻട്രലെത്തി, 3:30 മണിക്കാണ് കന്യാകുമാരി എത്തിയത്. ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ് ആയിരുന്നു. കഴക്കൂട്ടത്ത് തന്നെ കയറി? കഴക്കൂട്ടത്ത് തന്നെ കയറിയില്ല. എങ്ങനെ? അതെ അതെ, പുറത്ത് വന്നിട്ടില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഒരു 6 മണിക്കൂർ ഡിലേ ആണ് ആദ്യം വന്നത്. കഴക്കൂട്ടത്ത് നിന്നാണോ കയറുന്നത്, തിരുവനന്തപുരത്ത് നിന്നാണോ? അത് ഉറപ്പാക്കിയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഞങ്ങൾക്ക് CCTV കിട്ടിയത് കൈക്കൂട്ടം വരെയാണ്. പ്രധാനപ്പെട്ട സംശയം, ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇറങ്ങാൻ സാധ്യതയുണ്ടോ, അല്ല കന്യാകുമാരി വരെ പോയിട്ട്? ഡെഫിനറ്റ്ലി സാധ്യതയുണ്ട്. നാഗർകോയിൽ SP-ക്കും കന്യാകുമാരി SP-ക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 പേരും കന്യാകുമാരി SP-ക്ക് പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ ഒരു ASP-ക്ക് പറഞ്ഞിട്ടുണ്ട്. സാർ, എല്ലാവർക്കും അറിയാനുള്ളൊരു സംശയം, ഈ സ്ത്രീ ഈ ചിത്രം പകർത്താനുള്ള സാധ്യത എന്തായിരിക്കും? അവർ പകർത്താനുള്ളൊരു കാരണം എങ്ങനെ? ഈ ചിത്രം പകർത്താനുള്ള, പിക്ചർ എടുക്കാനുള്ള കാരണം എന്തായിരിക്കും? ഫോട്ടോ എടുക്കാനുള്ള കാരണം? ഓക്കെ, അവർക്ക് സംശയം വന്നു, പെൺകുട്ടിക്ക് അറിയാനുണ്ട്. ആ ലേഡിക്ക് സംശയം വന്നു, ഉടനെ പെട്ടെന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് അറിയിക്കാൻ എന്താ സാർ ഇത്ര വൈകിയത്, ലേറ്റ് ആയത് എന്താ? അത് ഞങ്ങൾക്കറിയില്ല. ആക്ച്വലി ആ ലേഡി പറഞ്ഞത് ഇപ്പോൾ ആണ് ആ ഫ്ലയർ, പോലീസ് സൈബർ സെൽ തയ്യാറാക്കിയ ഫ്ലയർ, മിസ്സിംഗ് ഫ്ലയർ, കോൺടാക്ട് ACP ആൻഡ് SI പറഞ്ഞ ഫ്ലയർ അപ്പോൾ കിട്ടിയത്. ഉടനെ പെട്ടെന്ന് ഫ്ലയർ കിട്ടിയ ശേഷമാണ് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയല്ലേ? അത് സംസാരിച്ചിട്ടില്ല. ഇല്ല, ഫോട്ടോ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. ഇപ്പോൾ വേറെ ബോട്ട്സ് വേറെ ഒന്നും അറിയില്ല. റൈറ്റ് നൗ തമിഴ്നാട് പോലീസിനോട് കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ പോലീസ് ടീം അങ്ങോട്ട് പോകും. അവിടെ ആണ് അടുത്ത ഇൻവെസ്റ്റിഗേഷൻ പോകുന്നത്. അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. നിലവിൽ തമിഴ്നാട് പോലീസ് അന്വേഷണം തുടങ്ങിയോ? അവിടെ തുടങ്ങിയോ? തെരച്ചിൽ തുടങ്ങിയോ? ഞാൻ SP-നെ വിളിച്ചിട്ടുണ്ട്. SP വളരെ പോസിറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്തത്. അവിടുത്തെ സ്പെഷ്യൽ ടീംസിനെല്ലാം ഉടനെ പെട്ടെന്ന് കന്യാകുമാരി പോലീസ് സ്റ്റേഷനിലേക്ക് അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പോലീസ് ഓരോ സ്റ്റേഷനിലും ഡിപ്ലോയ് ചെയ്യുമോ സാറേ, അല്ല കന്യാകുമാരിയിലേക്ക് മാത്രമായിരിക്കും? എങ്ങനെയാണ് നമ്മുടെ നീക്കം? ഇപ്പോൾ ഒരു ടീം കന്യാകുമാരി തിരിക്കുന്നുണ്ട്. അവരുടെ ഞാൻ സ്ഥിരമായിട്ട് വിളിക്കും. കന്യാകുമാരി SP-നെ വിളിച്ചിട്ട് സ്റ്റേറ്റസ് നോക്കിയിട്ട് ഞങ്ങളൊരു ടീമിന് എക്സ്ട്രാ ആൾക്കാർ ആവശ്യമുണ്ടെങ്കിൽ അയക്കാം. ഫോട്ടോ എടുത്താൽ നെയ്യാറ്റിൻകര വെച്ചിട്ടാണ്. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാണ്. കിട്ടിയില്ല. ഞങ്ങൾ പരിശോധിച്ച സ്റ്റേഷനിൽ തമ്പനൂർ, കൈക്കൂട്ടം 2 സ്റ്റേഷനിൽ ഞങ്ങൾ പരിശോധിച്ചു. ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങിയത് എന്നറിയാനുള്ള സാധ്യത? മോസ്റ്റ്ലി പാറശാല വരെയാണ് ഞങ്ങൾക്കറിയാം. പാറശാല വരെ കുട്ടി ട്രെയിനിലുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അതിനുശേഷം ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് തമിഴ്നാട് പോലീസ് നോക്കും. എല്ലാ പോലീസും ഞാൻ ലിസ്റ്റ് എടുത്തിട്ട് ഏതേത് സമയം ഏതേത് റെയിൽവേ സ്റ്റേഷനിൽ പോയോ അതായത് ആ ലിസ്റ്റ് SP റെയിൽവേസ്ക്കും SP കന്യാകുമാരിക്കും ഓൾറെഡി അയച്ചു. ഈ സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് ആണ് അല്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ്? അതെ. താങ്ക് യു. ആ വിഷ്ണു പറഞ്ഞതുപോലെ എല്ലാ വിവരങ്ങളും DCP ഇതിനകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ആ സ്ത്രീ ഫോട്ടോ എടുക്കാനിടയായ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഫോട്ടോ എടുത്തത്, അതായത് പെൺകുട്ടി കരയുന്നുണ്ടായിരുന്നു, അതായത് സ്വഭാവത്തിലുള്ള പ്രത്യേകതകൾ ഉൾപ്പെടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എടുത്തതിന് ശേഷം കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പക്ഷെ പിന്നീടാണ് ഇത് പോലീസിനെ ബന്ധപ്പെടാനും കഴിഞ്ഞിരിക്കുന്നത്. ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു.
വലിയ സന്തോഷത്തിൽ തന്നെയാണ് DCP ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ വൈകിട്ട് 4 മണി മുതൽ ഈ DCP ഇവിടെ ഉണ്ട്. ഓരോ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നുണ്ട്. ഒരു നിർണായക തുമ്പാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത്. പറഞ്ഞനുസരിച്ച് നെയ്യാറ്റിൻകര മുതൽ കന്യാകുമാരി വരെ എവിടെയും ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിനകം തന്നെ തമിഴ്നാട് പോലീസിന് വിവരം കൈമാറിയിട്ടുണ്ട്. തമിഴ്നാട് പോലീസ് സ്വാഭാവികമായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാകും. ഇനിയിപ്പോൾ കേരള പോലീസിൻ്റെ സംഘവും അവിടേക്ക് പോകുന്നതോടുകൂടി പെൺകുട്ടിയെ ഉടൻ കണ്ടെത്താൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണുള്ളത്. ഇന്ന് രാത്രി ഏതാണ്ട് 4 മണി 4:30 വരെ സമയത്ത് 4:45 വരെയൊക്കെ CCTV കേന്ദ്രീകരിച്ചും ശംഖുമുഖത്തും തീരദേശത്തും കഴക്കൂട്ടം ടൗണിലുമൊക്കെ ആയിരുന്നു പരിശോധനയെങ്കിൽ അതല്ല, പെൺകുട്ടി കന്യാകുമാരി വണ്ടി കയറിപ്പോയി എന്ന കൃത്യമായ വിവരം തെളിവുകൾ സഹിതം ഒരു യാത്രക്കാരി പകർത്തിയ ഫോട്ടോയുടെ ഭാഗമായി പോലീസിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ളത് ഏത് സ്റ്റേഷനിലാണ് പെൺകുട്ടി ഇറങ്ങിയത്. നെയ്യാറ്റിൻകര മുതൽ കന്യാകുമാരി വരെ എവിടെയും ഇറങ്ങാം, പാസഞ്ചർ ട്രെയിനാണ്. സ്വാഭാവികമായി അത് കണ്ടെത്തണമെങ്കിൽ ഇനിയും ഒരുപാട് പടി കൂടി മുന്നോട്ട് കടക്കണം. ഇപ്പോൾ കഴക്കൂട്ടത്തും തിരുവനന്തപുരത്തുമുള്ള പോലീസ് മാത്രമാണ് പെൺകുട്ടിയെ അന്വേഷിച്ചതെങ്കിൽ തമിഴ്നാട്ടിലെ പോലീസ് കൂടി കന്യാകുമാരി പോലീസ് കൂടി ഇതിൻ്റെ ഭാഗമായി വരുമ്പോൾ സ്വാഭാവികമായി ഒന്നുകൂടി അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അങ്ങനെയെങ്കിൽ വളരെ എളുപ്പം പെൺകുട്ടിയെ കണ്ടുകിട്ടാനും ഇനി സാധ്യതയുണ്ട്. കാരണം പെൺകുട്ടി ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഈ ഫോട്ടോ ഇനി കേരളത്തിൽ പ്രചരിക്കുന്നത് പോലെ സ്വാഭാവികമായും തമിഴ്നാട്ടിലെ മനുഷ്യരും അറിയും, കന്യാകുമാരിയിലുള്ളവരറിയും. അങ്ങനെയെങ്കിൽ വളരെ എളുപ്പം തന്നെ ഈ കുട്ടിയിലേക്ക് എത്താൻ കഴിയും എന്ന ആത്മവിശ്വാസമാണിപ്പോൾ പോലീസിനുള്ളത്. DCPയുടെ ശരീരഭാഷയിൽ തന്നെ അത് വ്യക്തമാണ്. ഒരാത്മവിശ്വാസം വന്നിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 4:30 വരെ ഒരു തുമ്പും കിട്ടാതെ നിൽക്കുകയായിരുന്നു. എവിടെയായിരിക്കും പെൺകുട്ടി പോയത്, ഇനി ഈ പെൺകുട്ടി എവിടെ നിന്നാണ് കയറിയത്, എങ്ങനെയാണ് പോയത് എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടത് പിന്നീടാണ്. സ്വഭാവത്തിലെ പ്രത്യേകത കൊണ്ട് തുടർച്ചയായി കരയുന്നത് കൊണ്ടാണ് ആ യാത്രക്കാരി പെൺകുട്ടിയുടെ പടം പകർത്തിയത്. നിരന്തരം പോലീസിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വലിയ വാർത്തകൾ വന്നതിന് ശേഷമാണ് പെൺകുട്ടി ഇതാണെന്ന് തിരിച്ചറിയുകയും പോലീസിന് ഈ പടം കൈമാറുകയും ചെയ്ത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക തെളിവ് കിട്ടിയിരിക്കുന്നു. പോലീസ് അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതിലുമുപരിയായി പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും സ്ഥിരീകരിച്ചിരിക്കുന്നു അത് ഞങ്ങളുടെ മകളാണെന്ന്. ഇന്നലെ രാവിലെ 10 മണിക്ക് പിണങ്ങിയിറങ്ങിപ്പോയ മകൾ തന്നെയാണെന്ന് അച്ഛനും അമ്മയും സ്ഥിരീകരിക്കുന്നതോടെ കാര്യങ്ങൾ പോലീസിന് കുറച്ചുകൂടി എളുപ്പമാവുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ഘട്ടം പെൺകുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. കേരള പോലീസിനൊപ്പം ഇപ്പോൾ തന്നെ തമിഴ്നാട് പോലീസും സ്വാഭാവികമായും തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ടാകും. ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങിയത്, എങ്ങോട്ടേക്കാണ് പോയത്, ആ പെൺകുട്ടി എവിടെയുണ്ട്, ഒരുപക്ഷെ നേരം പുലരുമ്പോൾ തന്നെ രണ്ട് സാധ്യതകളാണ്. ഒന്നുകിൽ ആ കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഉണ്ടാകും. DCP പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കന്യാകുമാരിയിലേക്ക് യാത്ര തിരിച്ചത് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചു. അവിടെ ട്രെയിൻ എത്തി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ചിത്രങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രെയിൻ ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചിട്ടുമുണ്ടാകാം. അതുകൊണ്ട് ഒന്നുകിൽ കന്യാകുമാരിയിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടാകുമോ എന്ന പ്രസാദിന്റെ ചോദ്യത്തിന് കൃത്യമായും അതിനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് DCP പറയുന്നത്. ആ രീതിയിലുള്ള അന്വേഷണത്തിൽ ഒരു വ്യക്തതയുണ്ടോ? DCP പറയുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ പോലീസിനെ അയക്കുമെന്നതാണ്. പക്ഷേ ആ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും വേണ്ടതല്ലേ? ഏറെ നിർണായകമല്ലേ അത്? ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുള്ളത് ഒരു പക്വതയുള്ള ഒരു പെൺകുട്ടിയല്ല. ആ പെൺകുട്ടിക്ക് ഭാഷയറിയില്ല, ആ പെൺകുട്ടിയുടെ കയ്യിൽ പണമില്ല, ആ പെൺകുട്ടിക്ക് കന്യാകുമാരി ഏതെന്നറിയില്ല, തിരുവനന്തപുരം ഏതെന്നറിയില്ല, നെയ്യാറ്റിൻകരയോ പാറശാലയോ ഒന്നും അറിയില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി കന്യാകുമാരിയിൽ തന്നെ പോയി ഇറങ്ങുമെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ആ ട്രെയിൻ എത്തുന്നതിൻ്റെ അറ്റം വരെ പോയി അവിടെ ഇറങ്ങാം ഒന്ന് വിചാരിക്കാം. കാരണം ആ പെൺകുട്ടിക്ക് സ്ഥലം അറിയില്ല. ഒരുപക്ഷെ ഇവിടെ വന്ന് 25 ദിവസത്തിനിടയിൽ കന്യാകുമാരിയിൽ പോകാനുള്ള സാധ്യതയൊക്കെ വളരെ അപൂർവമാണ്. കാരണം സാമ്പത്തികമായിട്ടൊക്കെ ഏറെ പിന്നോക്കം നിൽക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ കന്യാകുമാരിയൊന്നും അറിയാൻ ഒരു സാധ്യതയുമില്ല. 13 വയസ്സ് മാത്രമാണ് പ്രായം. ആ പെൺകുട്ടി വേണമെങ്കിൽ നെയ്യാറ്റിൻകരയ്ക്ക് ശേഷം ഈ കന്യാകുമാരി മുതൽ ഇങ്ങോട്ടേക്കുള്ള ഏത് സ്റ്റേഷനിലും ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പഴുതടച്ച അന്വേഷണം ഓരോ സ്റ്റേഷനുകളിലും കേന്ദ്രീകരിച്ച്
കേന്ദ്രീകരിച്ച് നടത്തും എന്ന കാര്യം ഉറപ്പാണ്. കാരണം അങ്ങനെയെങ്കിൽ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ തീർച്ചയായും തമിഴ്നാട് പോലീസും ഇതിൽ വലിയ രീതിയിലുള്ള ഒരു എഫേർട്ട് എടുക്കും. കാരണം ഇത് അറിഞ്ഞ ഉടൻ തന്നെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ കന്യാകുമാരി SP-ക്ക് വിവരം കൈമാറിയിട്ടുണ്ട്. അവരുടെ ടീം ഇതിനകം തന്നെ അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ടാകും. വിനീത. ശരി പ്രസാദ്.